സംസ്ഥാനത്ത് മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നിലവിലൊരു ചക്രവാത ചുഴിയാണുള്ളത്. അത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയാണ് കാണുകയും ചെയ്യുന്നത്. വടക്കു പടിഞ്ഞാറൻ മധ്യപ്രദേശിന് മുകളിലായി ന്യൂനമർദ്ദം തുടരുന്നു എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ സ്വാധീന ഫലമായി അടുത്ത നാളുകളിൽ സംസ്ഥാനത്ത് മഴ കിട്ടും എന്നുള്ളതാണ് അറിയിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നേരിയതോ മിതമായതോ ആയിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമുണ്ടായിരിക്കില്ല എന്നതുകൂടി അറിയിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പിൽ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയാണ്. കൊല്ലത്ത് ആലപ്പാട്ട് മുതൽ ഇടവ വരെയാണ്. ആലപ്പുഴ ജില്ലയിൽ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയാണ്. ഈ തീരദേശ മേഖലകളിൽ അതായത് ഇന്ന് രാത്രി 8:30 മുതൽ 12-ാം തീയതി രാത്രി 11:30 വരെ 1.1 മുതൽ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് ഉച്ചയ്ക്ക് 2:30 മുതൽ നാളെ രാവിലെ 5:30 വരെ 1.3 മുതൽ 1.7 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ള അറിയിപ്പ് കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുകൂടിയാണ്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നുള്ള അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കുമുള്ള സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ കരയ്ക്കടുപ്പിക്കുന്നതും അപകടകരം കൂടിയാണ്. അപ്പോൾ ഇക്കാര്യങ്ങളിൽ കൃത്യമായ മുന്നറിയിപ്പും ജാഗ്രതയും പാലിക്കണം എന്നുള്ളതുകൂടി ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് അത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. അതോടൊപ്പം തന്നെ മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ കൂടി ഉറപ്പുവരുത്തണമെന്നതടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരു നൗകാസ്റ്റ് ബുള്ളറ്റിൻ അല്പസമയം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ തുടരും എന്നുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുകയാണ്. സ്വാഭാവികമായും കർക്കിടകക്കാലം കൂടിയാണ്. അടുത്ത നാളുകളിലും മഴയുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ജാഗ്രത അത് തുടരണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് ഒരു ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. അടുത്ത ദിവസത്തെ സാഹചര്യം നോക്കിയായിരിക്കും മഴ മുന്നറിയിപ്പിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യം KSDMA-യും IMD-യും തീരുമാനിക്കുകയും ചെയ്യുക. PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.